ഒന്നും മിണ്ടാതെ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഈ കുരുക്കിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഒരു വഴി ഞാൻ കാണുന്നില്ല. മണ്ടനായ പൊടിയൻ ചെറ്റിയാരെ കണ്ണുവെട്ടിച്ച് കുറച്ച് നാളുകൂടി വേണമെങ്കിൽ നാട്ടിൽ കഴിയാം. അതും ആ സായിപ്പും മാഗിയാന്റെയും ഗോവയെന്ന് തിരിച്ചെത്തുന്നത് വരെ. എന്തായാലും ഒരിക്കൽ പിടിക്കപ്പെടും. കീഴടങ്ങുക, അതല്ലേ നല്ലത്? അതുകൊള്ളാം. ഈ ബുദ്ധി ഞങ്ങൾക്ക് ഇതുവരെ പോയില്ല. എടാ, കീഴടങ്ങാനാണെങ്കിൽ പിന്നെ നാടും വീടും വിട്ട് ഇങ്ങോട്ടോടി പോരണോ? ആ ഫ്രോഡ് നേതാവിന്റെ വാക്കും കേട്ട് എടുത്തു ചാടിയതാ അബദ്ധമായത്. നമ്മളെ കൊണ്ട് ഈ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അയാളെ പാട്ടിന് പോവുകയും ചെയ്യും. ഇപ്പൊ കുരുക്കിലായത് നമ്മളാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. ഇവിടെ ചാടിയ ചാവ് ചേട്ടാ. ഇവിടെ ചാടിയ ചാവൂല, ആ പുഴയെ ചാടിയ ചാവും. വളരെ ഉപകാരം. അയ്യോ, മലയാളത്തിലാണോ പറഞ്ഞത്? ആവശ്യത്തിൽ അധികം കേസുണ്ട്. എനിക്ക് മരിക്കണം. അനിയന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോൾവ് ചെയ്യാം. ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മരിച്ചേ പറ്റൂ. പ്ലീസ് എന്നെ വിടാൻ. അത്രയ്ക്ക് നിർബന്ധം പോയി ചാടാം. വല്ല പ്രേമ നരേശാണോടാ? നിന്നോട് ആരാടാ പറഞ്ഞ പ്രേമിക്കാൻ? എടാ കോപ്പയെ അതിലും വലിയ പ്രശ്നത്തിലാണ് ഞങ്ങള്. എന്ന് ആത്മഹത്യയാണോ അതിനൊക്കെ ഒരു പോംവഴി? എല്ലാത്തിനും പരിഹാരം നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ലെങ്കിൽ ദൈവം കാണിച്ചു. ദൈവമേ, ചെത്തപ്പാന്റെ ഗുണ്ടകള്. ആ ചാർലി ഇവിടെ കണ്ടോടാ? ബാർലിയോ? ബാർലി അല്ല, ചാർലി. ഏത് ചാർലി? എസ്തപ്പാനെ കുത്തിയ ചാർലി. ഏത് എസ്തപ്പാൻ? ഞങ്ങൾക്ക് ഒരു താപ്പാനി അറിഞ്ഞൂടാ. പിന്നെ നിനക്കൊക്കെ എന്തോ അറിയാവടാ? അയ്യോ, ഞങ്ങൾക്ക് എസ്തപ്പാനി അറിഞ്ഞൂടാ, മുസ്തഫാനി അറിഞ്ഞൂടാ. ഞങ്ങള് മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന മട്ടൻ കച്ചവടക്കാരാ. ഞങ്ങൾക്കൊന്നും അറിയില്ല. അടാ, എങ്ങോട്ടാ ഓടുന്നത്? നിന്നെ തിരക്കി നിന്റെ മാമ വന്നിരിക്കുന്നു. അത് മാമനല്ല, കാലനാ. കാലൻ. കാലൻ എന്താ ഈ കോലത്തില്? ഇത് ഏത് കോലത്തിലും വരുന്ന കാലനാ. എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു. എന്തിനാ? പോലീസുകാരൻ നിന്നെ തിരക്കി നാലുപാട് നടക്കുന്നു കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു മോനെ. എന്തൊക്കെ ആയാലും നിന്നെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞേക്കൂല. നമുക്കൊരു മുൻകൂർ ജാമ്യം വാങ്ങാം. നീ ഇതിലൊക്കെ ഒന്ന് കയ്യൊപ്പിട്ട് കൈ വിട. താടിക്ക് തീ പിടിക്കുമ്പോ വീട് കത്തിക്കാൻ നല്ല രസമാണ് അല്ലേ മാവ? പവിത്ര പവിത്രന്നാ പറയുന്നത്. എന്റെ 4.5 സെന്റ് ഭൂമി കൈക്കലാക്കാൻ അമ്മാവൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഞാൻ കരുതിയില്ല. എനിക്ക് ഇയാളുടെ ജാമ്യം കൊണ്ട് ഒരു പുല്ലും വേണം. ഇയാളെ ചതിക്കാൻ നടക്കുവാണ്. എന്നാ പോലീസിന്റെ തല്ലുകൊണ്ട് ഇരുമ്പഴ എണ്ണു നീ. അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചാവും. ഇവ മാത്രമല്ല, ഞങ്ങൾ 4 ചെറുപ്പക്കാരും കൂട്ടാത്മഹത്യ പോകും. ആ മൃതശരീരങ്ങൾക്കൊപ്പം ഒരു കത്തുണ്ടാവും. ഞങ്ങളുടെ കൂട്ടമരണത്തിന് ഉത്തരവാദി നാരിഞ്ഞപ്പുറം നടുവത്ത് വീട്ടിൽ നാറി നാരായണ പിള്ളയാണെന്ന്. പവിത്ര? അതെ, പവിത്രൻ എന്നാ പറയുന്നത്. അതിന് നിങ്ങൾ ഇവിടെ പോയിട്ട് വേണ്ടേ? ഇയാൾ പിന്നെ എന്തോ ചെയ്യും? ഓടി വരേ, ബോംബ് കേസിലെ പ്രതികളെല്ലാം ഇവിടെ ഉണ്ട്. ഓടി വരേ, എന്നെ കൊല്ലുന്നേ. അയ്യോ, വരികല്ലേ? സോറി മാമ. ഗണേശ, ജീപ്പ് നിർത്ത്. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? നിങ്ങൾ ആരാ? MS ക്ലാപ്പന. എന്ത് കണാപ്പൻ? MS ക്ലാപ്പന, പട്ടണപ്രേമിയുടെ പത്രാധിപരാ. പോടാ തെണ്ടി, ഒലക്കട മൂട്. ബോംബ് കേസിലെ പ്രതികൾ എന്റെ മച്ചാമാരാണോടോ? തനിക്ക് വിവരം തരാൻ. CI കാലൊടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അന്വേഷണത്തിന് വല്ല കുഴപ്പമുണ്ടോ സാർ? ലേശം കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ് സാർ? നേരത്തെ ലീക്കായി. എഴുതിക്കോ. ആരാ? ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ഇരിക്കണം. സാറൊന്ന് സഹായിക്കണം. ഇതാ ഞാൻ സഹായിച്ചു പോരെ. അതല്ല, 4 ചെറുപ്പക്കാരുടെ കൂട്ടമരണത്തെ കുറിച്ച് അറിയിക്കാനാ വന്നത്. കൂട്ടമരണം? അതെ സാർ. ബോംബ് കേസിലെ പ്രതികളിൽ എന്റെ അനന്തരവൻ അടക്കമുള്ള 4 പേര് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തന്നോട് ആര് പറഞ്ഞു? അവര് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. പോലീസിന് പിടികൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. ട്രെയിനിനടിയിൽ തലവെച്ച് മരിക്കാനാണ് അവരുടെ തീരുമാനം. മണ്ടന്മാർ, ചാവാൻ വേറെ ഒരു വഴിയും കണ്ടില്ല. അവന്മാരിപ്പോ എവിടെ ഉണ്ട്? അവരെ ഞാൻ അവസാനം കാണുന്ന റെയിൽവേ ട്രാക്കിനടുത്ത് വെച്ചാ. റെയിൽവേ ട്രാക്ക്? ഗണേശ, ട്രെയിൻ ജീപ്പട്. പത്രം പത്രം പത്രം. ബോംബ് കേസിലെ പ്രതികൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. പ്രതികളെ പിടികൂടാൻ കൂടുതൽ പോലീസ് രംഗത്തേക്ക്. ഇന്നത്തെ പത്രം. ബോംബ് കേസിലെ പ്രതികൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. പത്രം പത്രം. അമ്മയുടെ ഒരു പട്ടണപ്രേമി. എന്താ സാർ? പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് SIയുടെ കഴിവുകൾ കൊണ്ടാണ്. പ്രതികൾ SIയുടെ കക്ഷത്തിൽ ഇരിക്കുമല്ലോ പിടിക്കാൻ.
ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ, അവന്മാർ പോയി പിടിക്കട്ടെ. ഒന്ന് എടുത്ത് ചെവിയിലോട്ട് പിടിക്കണോ? യെസ് സാർ. ഏത് തെണ്ടിയാണേലും ഞാൻ ഇവിടെ ഇല്ലെന്ന് ഹലോ. പറഞ്ഞേരെ, വലിച്ചു കയറ്റട്ടെ. ഉണ്ട് സാർ, കൊടുക്കാം സാർ. ആരാടോ? SP അധികമാണ് സാർ. ഒന്നുമില്ല സാർ, മൂക്കുപൊടിയാണ്. ഒരു ജലദോഷമാണ്. നാട് മുഴുവൻ അരിച്ചു പിറക്കുന്നുണ്ട് സാർ. ശരി സാർ, ഓക്കെ സാർ. ഒരു മുടിഞ്ഞ തുമ്മല്. 24 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ മുദ്ര സീൽ ചെയ്യുമെന്ന്. അയ്യോ, അതിന്റെ കൗമാരെങ്ങനെ ചത്തുപോയാൽ അതിന് ഉത്തരം പറയണം. 4 പേരെ ഒറ്റയ്ക്ക് എവിടെ കണ്ടാലും പൊക്കണം. അതിന് 4 പേരെ എങ്ങനെയാ സാർ ഒറ്റയ്ക്ക് കാണുന്നത്? ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും 4 എണ്ണത്തിനെയും പൊക്കിയിരിക്കണം. അല്ല സാർ, 2 പേരുടെ ഫോട്ടോയിലേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി 2 പേരുടെ ഫോട്ടോ എടുത്താ പോരേടൂ. താൻ എന്ത് മണ്ടത്തരോടോ ഈ പറയുന്നത്? തന്നെ ആരാടോ പോലീസിലെടുത്തത്? എന്തിനാണോ ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാ ഇറങ്ങാം. ഗണേശ ജീപ്പട്. ഗണേശൻ ലീവാണ് സാർ. എന്താ അയാളുടെ ഭാര്യ വെച്ച് കിടക്കുക. എന്നും പറ അവരെന്താ പന്നിയാണോ? ആരെങ്കിലും ജീപ്പട്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യവസായ പ്രമുഖനായ ഡോക്ടർ സൂര്യനാരായണനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കോളേജ് വിദ്യാർത്ഥികളായ പവിത്രൻ, ഹൈദർ എന്നിവർക്ക് പുറമെ മറ്റ് 2 പ്രതികൾ കൂടി ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ഇതിനിടയിൽ പോലീസിന് കീഴടങ്ങാതെ പ്രതികൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് ഒരു സായാഹ്ന പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത നിയമസഭയിൽ ഒച്ചപ്പാടിന് കാരണമായി. പ്രതികളെ ജീവനോടെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ വൻ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃപ്തിയായല്ലോ. ഇതുവരെ പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ നാട്ടുകാരെ കൂടി പേടിക്കണം. പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിളിച്ചറിയിച്ചത് എന്റെ അമ്മാവൻ തന്നെ, അല്ലാതാരാ? എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ നോക്കി നടക്കുക അയാള്. അതുകൊണ്ട് ആ ദുർമുഖം കണ്ടപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്. ഉടനെ എല്ലാവരും കൂടെ പിടിച്ചു കൊടുത്തില്ലേ എന്നെ? അനുഭവിച്ചോ? ഒരുമിച്ച് മരിക്കാൻ പോകുന്ന ഒരു കള്ളം പറഞ്ഞ നിന്റെ അമ്മ വരണ്ടോടുന്ന ഞങ്ങൾ കരുതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇതിനകത്ത് ഒളിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. സായിപ്പും ഭാര്യയും തിരിച്ചെത്താറായി. അവരുടെ കയ്യിലെങ്ങാനും പെട്ട ഉടനെ പിടിച്ച് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അന്ന് ഞങ്ങൾ കീഴടങ്ങിയിരുന്നെങ്കിൽ 2 തല്ലുള്ളെങ്കിൽ സത്യം തെളിയുമായിരുന്നു. ഇനിയിപ്പോ അതാണാ, ഇടിച്ചില്ലാതാക്കിയിട്ട് അവന്മാര് മിണ്ടാൻ പോലും സമ്മതിക്കും. മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥ പ്രതിയെ പിടികൂടും വരെ കോടതിയും ജയിലും. പിന്നെ അവന്റെ വക ഉരുട്ടും ചവിട്ടും വേറെ. അതും കഴിഞ്ഞ് ജീവിച്ചിരുന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാത്തിനും കാരണക്കാരെ ഇവ ഒറ്റ ഒരുത്തന. അവന്റെ ഒടുക്കത്തെ ഒരു ആത്മഹത്യ. ആ റെയിൽവേ പാളത്തിൽ തലവെച്ച് ചാവാൻ പോയപ്പോ രക്ഷിക്കാൻ നോക്കണ്ടല്ലേ കിളവൻ കണ്ടത്. എവിടെയെങ്കിലും പോയി ചാവട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നില്ലേ? പിന്നെ എന്തിനാ രക്ഷിച്ചത്? ഞാൻ പറഞ്ഞിട്ടാ? കായലിൽ ചാടി ചാകാൻ പോയപ്പോ നിങ്ങളെ രക്ഷിച്ചില്ലേ? തൂങ്ങി ചാകാൻ പോയപ്പോ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാ? ഞാൻ മരിച്ച നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്റെ ആരാ? പറ, ആരാണെന്ന്. നിങ്ങൾ എന്റെ ആരുമല്ല. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല. മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയാണ് ഞാൻ. ആര് തടഞ്ഞാലും ഞാൻ മരിക്കും. നമ്മുടെ ദുഃഖം കാണാനും നമ്മൾ ഓർത്ത് കരയാൻ ആളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? എന്റെ കാര്യം പോട്ടെ, ആർക്ക് വേണ്ടിയാ നീ ജീവിക്കുന്നത്? സ്വന്തം ഉമ്മ മരിച്ചപ്പോ 2ാം കെട്ടിനെതിരുന്ന നിന്നെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയ ബാപ്പയ്ക്ക് വേണ്ടിയോ? പറയേ, ആർക്ക് വേണ്ടിയാ നീ ജീവിക്കുന്നത്? ചത്താൽ ശവം പോലും കാണാന്ന് പറഞ്ഞ അളിയന് വേണ്ടിയാണോ നീ ജീവിക്കുന്നത്? പറ. ചാർലി, പെറ്റമ്മ ആരെന്ന് പോലും പറയാത്ത നീ ആർക്ക് വേണ്ടിയാടാ ജീവിക്കുന്നത്? പറയേ. ഇതൊന്നും ആരും മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്നതല്ല. ദൈവവിധിയാ, ദൈവവിധി.